നാം വായിച്ചുകൊണ്ടിരിക്കുന്ന ഹുസ്നുൽ മഖ്സദ് ഫി അമലിൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി റഹിമഹുള്ള തുടരുന്നു. ആദ്യമായി ലോകത്ത് മൗലിദാഘോഷം സംഘടിപ്പിച്ചത് മുളഫർ രാജാവാണ് എന്ന് വിവരിച്ചതിന് ശേഷം ആ മുളഫർ രാജാവിനെ കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങൾ എന്തു പറയുന്നു എന്നതും കൂടി ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്നു. ഖാല ഇബ്നു കസീർ ഫി താരിഖിഹി, ഇബ്നു കസീർ ചരിത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, കാന യഅമലുൽ മൗലിദ ശരീഫ ഫി റബീഉൽ അവ്വൽ, മുളഫർ രാജാവ് റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് നടത്താറുണ്ടായിരുന്നു. വയഹ്തഫിലു ബിഹി ഇഹ്തിഫാലൻ ഹായിലൻ, വലിയ ഒരു സംഗമം തന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംഘടിപ്പിക്കാറുണ്ട്. നീതിമാനും ബുദ്ധിയും വിവരവുമുള്ള ധീരനും ശൂരനുമായിരുന്നു മുളഫർ രാജാവ്. അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ, സ്ഥാനം നന്നാക്കി കൊടുക്കട്ടെ. വീണ്ടും ഇബ്നു കസീറിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു, വഖദ് സന്നഫലഹു ശൈഖ് അബുൽ ഖത്താബ് ഇബ്നു ദഹിയ, ഇബ്നു ദഹിയ ഈ മുളഫർ രാജാവിന് വേണ്ടി രചിച്ചിട്ടുണ്ട് മുജല്ലദുൻ ഫി മൗലിദിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യാറുള്ള ഒരു ഗ്രന്ഥം. സമ്മാഹു അത്തൻവീർ ഫി മൗലിദിൽ ബശീർ നദീർ, അത്തൻവീർ ഫി മൗലിദിൽ ബശീർ നദീർ എന്ന് അതിന് അദ്ദേഹം പേരും വെച്ചിട്ടുണ്ട്. ഫഅജാദഹു അലാ ദാലിക ബി അൽഫി ദീനാർ, ഇതിന് 1000 ദീനാർ പ്രതിഫലമായി മുളഫർ രാജാവ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒക്കെ കാലത്ത് മുദ്ദത്തു ഫിൽ മിൽക്കി ഇലാ അമ്മാത്ത, അദ്ദേഹം മരിക്കുന്നത് വരെ ഭരണാധികാരിയായി തുടർന്നു. ചരിത്രവും രഹസ്യവും ഒക്കെ സ്തുതിക്കപ്പെടുന്ന നിരക്ക് ഹിജ്റ 630 അദ്ദേഹം മരണപ്പെട്ടത്. ഇനി വഖാല സിബ്ത് ബിനുൽ ജൗസി ഫി മിർആത്ത് സമാൻ, മിർആത്ത് സമാൻ എന്ന ഗ്രന്ഥത്തിൽ സിബ്ത് ബിനുൽ ജൗസി പറഞ്ഞിട്ടുണ്ട്, ഹക്കാ ബാലുമൻ ഹദറ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവിടെ മുളഫർ രാജാവ് സംഘടിപ്പിച്ച മൗലിദാഘോഷത്തിലെ ഭക്ഷണ വിഭവങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. 5000 ആട്ടുംകറിയും 10000 കോഴിയും ധാരാളം മറ്റ് ഭക്ഷണ വിഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നത് വിവരിച്ച ശേഷം ഈ മൗലിദാഘോഷ പരിപാടി അന്ന് വലിയ വലിയ പണ്ഡിതന്മാർ സൂഫിയാക്കളും ഹാജരാവാറുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഈ രാജാവ് അദ്ദേഹത്തിന് സമയം ചെലവഴിക്കും. ളുഹ്ർ മുതൽ ഫജ്ർ വരെ ഒരു സംഗീത പരിപാടി സൂഫിയാക്കൾക്ക് വേണ്ടി രാജാവ് സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. വയർഖുസുബി നഫ്സിഹിമാവും, സൂഫിയാക്കളുടെ കൂടെ ഈ രാജാവും കൂടി ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ വർഷവും 3 ലക്ഷം ദീനാർ ഈ മൗലിദിന് വേണ്ടി അദ്ദേഹം ചെലവഴിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന്റെ മൗലിദിന്റെ കുറെ വിശേഷങ്ങളാണ് പിന്നീട് വിവരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത്, ലോകത്ത് ആദ്യമായി ഇദ്ദേഹം ഒരു കാര്യം സംഘടിപ്പിച്ചു. നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഈ റബീഉൽ അവ്വൽ 12 അദ്ദേഹം സംഘടിപ്പിച്ചു. ആ സംഘടിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ലോകത്ത് അറിയിക്കുക എന്നതാണ്. അത് നല്ല ഉദ്ദേശമായതുകൊണ്ട് നല്ല കാര്യമായി പണ്ഡിത ലോകം, പ്രത്യേകിച്ച് ഇമാം സുയൂത്തി റഹിമഹുള്ള അംഗീകരിച്ചു. അത് ഒരു നല്ല കാര്യമായി അവതരിപ്പിച്ചു. അതിൽ ധാരാളം പണ്ഡിതന്മാർ പങ്കെടുത്തു എന്ന വിഷയവും കൂടി ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നാടുകളിലുള്ള ആളുകൾ പറയാറുള്ളത്. എന്നാൽ ഇവിടെ 2 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, പഴയ കാലത്ത് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ മാറി നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലമായിരുന്നു. എന്തിനധികം അഇമ്മത്ത് മുജ്തഹിദുകൾക്ക് വരെ ഭരണാധികാരികളുടെ അനിസ്ലാമിക പ്രവണതകളെ എതിർത്തതിന്റെ പേരിൽ ധാരാളം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാകുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതിൽ അരുതാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലരൊക്കെ എതിർക്കും, മറ്റു ചിലപ്പോൾ എതിർക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മൗനം പാലിക്കും. ഇനി എന്തെങ്കിലും നിലയ്ക്ക് ന്യായമുള്ള കാര്യമാണെങ്കിൽ അത് തീരെ കണ്ടില്ലെന്ന് നടിക്കുകയും ചിലപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് അനുവദനീയമായതാണെങ്കിൽ അതിനോട് സഹകരിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ഭരണാധികാരികളുടെ കീഴിൽ ജീവിക്കുന്ന പഴയ കാലത്തെ ആലിമുകളുടെ ചരിത്രം എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം ഇതൊരു ഭരണാധികാരി നടത്തിയ ഒരു പരിപാടിയാണ്. എന്നാൽ നമ്മുടെ നാടുകളിൽ ഇന്ന് പലപ്പോഴും പല സമ്പന്നരുടെയും വീടുകളിൽ കല്യാണങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ അവിടെ നടക്കാറുണ്ട്. ചിലപ്പോൾ ആ കല്യാണ വീട്ടിൽ അരുതാത്ത പല ഗാനമേളകളും മറ്റു പല വിഷയങ്ങളും നടക്കും. എന്നാൽ ആ സ്ഥലത്ത് നമ്മുടെ നാടുകളിൽ ഇന്ന് സമൂഹം പണ്ഡിതന്മാരെന്ന് വിശ്വസിക്കുന്ന പല ആളുകളും പങ്കെടുക്കുകയും അതിൽ ആശീർവാദം അർപ്പിക്കുകയും അതിനായി സമയം കണ്ടെത്തുകയും ചെയ്യാറുണ്ട്. ഈ കൂട്ടത്തിൽ അനുവദനീയമായതുണ്ടാകും, നല്ല കാര്യമുണ്ടാകും, ചിലപ്പോൾ വിമർശിക്കപ്പെടേണ്ടതുണ്ടാകും. പക്ഷെ എല്ലാം വിമർശിക്കുക എന്നതോ അത്തരം വിമർശനാത്മകമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നതുകൊണ്ട് അത്തരം കല്യാണങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക എന്നതോ ഇന്ന് നമ്മുടെ നാടുകളിൽ നേതാക്കന്മാരായി സമൂഹം മനസ്സിലാക്കുന്ന ആളുകളിൽ നിന്ന് പോലും
കാണുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണക്കാരായ സമ്പന്നരിൽ നിന്ന് ചിലപ്പോൾ അരുതാത്ത വല്ലതും കാണുമ്പോൾ പോലും നമ്മുടെ നാടുകളിലുള്ള ചില പണ്ഡിതന്മാർ അതിനെതിരെ ഒന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ അത്തരം പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാനോ തയ്യാറാകാറില്ല. ചിലപ്പോൾ ഇതിനേക്കാളും വലിയ ഉപകാരം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ദീനിനുണ്ടാകും, അല്ലെങ്കിൽ വിമർശിച്ചാൽ അതുകൊണ്ട് കൂടുതൽ കുഴപ്പമുണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാകാം, അല്ലാഹു ആലം. എന്നാലും സാധാരണക്കാരിൽ നിന്ന് വരുന്ന ഇത്തരം അബദ്ധങ്ങളെ പോലും വിമർശിക്കാൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് ഭരണാധികാരികളായ ആളുകൾ എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്യുമ്പോൾ അതിനെ വിമർശിച്ചാൽ അതിന്റെ പേരിൽ ശിക്ഷാ നടപടികളോ അതല്ലെങ്കിൽ മറ്റ് പീഡനങ്ങളോ അനുഭവിക്കേണ്ടി വരുമെന്ന ഭയം കാരണം പലപ്പോഴും പഴയ കാലങ്ങളിൽ ഭരണാധികാരികളെ വിമർശിക്കുന്നതിൽ നിന്ന് പലരും വിട്ടുനിൽക്കാറുണ്ട് എന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാടുകളിൽ വ്യാപകമായി കണ്ടുവരുന്ന കല്യാണ വീടുകളിൽ നടക്കുന്ന ഒരു പ്രസംഗ പരിപാടി അഥവാ നിക്കാഹിന്റെ മുമ്പ് നടത്തേണ്ട സുന്നത്തായ ഖുതുബക്ക് പുറമെ ഒരു നീണ്ട പ്രസംഗം, ചിലപ്പോൾ കുടുംബ ബന്ധത്തിന്റെ ഗൗരവം ഉണർത്തിക്കൊണ്ട് അതുപോലെ കല്യാണ ദിവസങ്ങളിൽ നടക്കുന്ന ആഭാസങ്ങളെ വിമർശിച്ചുകൊണ്ടൊക്കെ സഖാഫികളും ഹുദവികളും ഉൾപ്പെടെയുള്ള പല മതവിരുദ്ധധാരികളുടെയും നേതൃത്വത്തിൽ പലപ്പോഴും മതപ്രസംഗങ്ങൾ നിക്കാഹിന് ഖുതുബക്ക് മുമ്പായി മലയാളത്തിൽ നടക്കുന്നത് കാണാറുണ്ട്. ഇൽമു പഠിപ്പിക്കാൻ കുറെ ആളുകളെ കിട്ടിയ ഒരു അവസരം ഉപയോഗപ്പെടുത്തി നാം അവിടെ ഇൽമു പറയുന്നു എന്നതാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇതിനെയും ചിലപ്പോൾ നാം വിമർശിക്കേണ്ട ഒരു രൂപത്തിലേക്ക് അവ എത്താറുണ്ട്. ചിലപ്പോൾ ദീർഘനേരം ഇങ്ങനെ ഒരു പ്രസംഗം നടക്കുന്നത് ആ സദസ്സിനോട് യോജിക്കാത്തത് കൊണ്ടോ സദസ്സിൽ തിരക്ക് പിടിച്ച് പോകേണ്ട പല ആളുകളും ഉള്ളത് കൊണ്ടോ ചിലപ്പോൾ ഈ പ്രസംഗിക്കുന്ന ആളുടെ ആദർശവുമായി ശ്രോതാക്കളിൽ വലിയൊരു വിഭാഗത്തിന് യോജിപ്പില്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ അത്തരം പ്രസംഗങ്ങളോട് ചില അമർശങ്ങൾ സദസ്സിലുള്ളവർക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ അതൊന്നും ചിലപ്പോൾ ആ പരിപാടി അലങ്കോലപ്പെടേണ്ട എന്ന് കരുതി ആരും പുറത്ത് കാണിക്കാറില്ല. അതിന്റെ എല്ലാം പുറമെ ഈ പരിപാടി വ്യാപിച്ച് ആളുകളുടെ ഇടയിൽ സാർവത്രികമായി കുറച്ചു കാലം കഴിഞ്ഞ് ഇങ്ങനെ പ്രസംഗം നടത്താതെ നടത്തുന്ന നിക്കാഹുകളൊന്നും പൂർണ്ണമല്ലെന്നോ, അങ്ങനെ നിക്കാഹിന്റെ മുമ്പേ ഒരു ദീർഘനേരത്തെ മതപ്രഭാഷണം നടത്തുന്നില്ലെങ്കിൽ അത് നിക്കാഹിന് എന്തെങ്കിലും ഒരു കുറവുള്ളതായിട്ടോ അങ്ങനെ നടത്തുന്നവർക്ക് എന്തെങ്കിലും ഒരു മഹത്വം ഉള്ളതായിട്ടോ അഥവാ ഇത് ദീനിൽ മശ്റൂ ആണെന്ന് തോന്നുന്ന, ഇത് ചെയ്യുന്നതിന് വലിയ പുണ്യമുണ്ടെന്നും ചെയ്യാത്തവർക്ക് വലിയ നഷ്ടമുണ്ടെന്നും സമൂഹത്തിന് തെറ്റിദ്ധാരണയുണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് എത്തിയാൽ അതും നമ്മൾ നേരത്തെ സലാത്തുർ റഗായിബിനെ കുറിച്ചും സൂറത്തുൽ അൻആം അഖീഖത്ത് അറുക്കുന്ന ദിവസം ഓതുന്നതിനെ കുറിച്ചൊക്കെ പരാമർശിക്കപ്പെടുന്നത് പോലെ ബിദ്അത്ത് മദ്മൂമത്തായി മാറാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രസംഗ പരിപാടിയെ നാട്ടിലെ സമൂഹം പണ്ഡിതന്മാരായി കണക്കാക്കുന്ന പലരും വിമർശിക്കാറില്ല എന്ന വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കാലത്ത് കുറെ ആളുകൾ വിമർശിച്ചിട്ടില്ല എന്നതുകൊണ്ട് കുറച്ചു കാലം കഴിഞ്ഞ് ഇതൊരു ദീനിന്റെ ഭാഗമാണ്, ഒരു നിക്കാഹിന്റെ ഭാഗമായി കൊണ്ടു നടക്കേണ്ടതാണ് എന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ഒരുപക്ഷെ ഇതിനെ വിമർശിക്കേണ്ടി വരും. കാരണം ദീനിലില്ലാത്ത ഒന്നിനെ ദീനിലേക്ക് കടത്തിക്കൂട്ടുന്നത് പരലോകത്തെക്കുറിച്ച് ബോധമുള്ള പണ്ഡിതന്മാർക്ക് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാനോ അതിന് മുമ്പിൽ നിസ്സംഗത പാലിക്കാനോ മിണ്ടാതിരിക്കാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ബിദ്അത്തുകൾ രംഗപ്രവേശം നടക്കുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ അവസരോചിതം എന്ന നിലയ്ക്ക് ചെയ്ത് അവസാനം ഇത് ഒരു സാർവത്രികമായി ഒരു മതപരമായ ഒരു ചടങ്ങായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അതിനെ വിമർശിക്കപ്പെടുന്നത്. അല്ലാതെ ഏതെങ്കിലും ആളുകൾ ശഅബാനിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തോ അതല്ലെങ്കിൽ സഹാബത്തിന്റെ കാലത്തോ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ അത് സ്വഹീഹായി വന്നതാണെങ്കിൽ അത് കേട്ടവരൊക്കെ അന്ന് ധാരാളം ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അതിനെ ഒന്നും ആരും വിമർശിച്ചിരിക്കാൻ ഇടയില്ല. പക്ഷേ പിന്നീട് ഇതൊരു സംഭവമായി കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് താബിഈങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ട് പോലും, അതുപോലെ ഇമാം ഗസാലി അബൂ താലിബിൽ മക്കി ഇബ്നു സലാഹ് റഹിമഹുല്ലാഹുവിനെ പോലെയുള്ള ആളുകളിൽ നിന്ന് പുണ്യകരമാണെന്ന അഭിപ്രായം വന്നിട്ട് പോലും മഹാന്മാരായ നമ്മുടെ പൂർവിക പണ്ഡിതന്മാർ ഇബ്നു അബ്ദുസ്സലാം, അബൂ ഷാമ, ഇമാം നവവി, ഇബ്നു ഹജർ ഹൈതമി റഹിമഹുമുല്ലാഹ് തുടങ്ങിയവർ ഇതിനെ വിമർശിച്ച് ഇല്ലാതാക്കിയത് പലതവണ നമ്മൾ ഇവിടെ ഉദ്ധരിച്ചതാണ്. അപ്പോൾ അന്ന് കുറെ പണ്ഡിതന്മാർ എതിർത്തിട്ടില്ല, അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് ഇന്ന് ചെയ്യുന്നതൊക്കെ ആ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല എന്ന്
പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ പ്രത്യേകം ഉണർത്തുന്നു. ഇന്ന് ഇത് ചെയ്യുന്നവരൊക്കെ വലിയ മഹത്വമുള്ളവരും ചെയ്യാത്തവർക്കൊക്കെ ദീന് മനസ്സിലാക്കാത്തവരും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമില്ലാത്തവരും ഒക്കെ മുബത്തദിയും ആണെന്ന് ചില വിവരദോഷികൾ പ്രസംഗിച്ച് നടക്കുന്ന ഈ കാലത്ത് ഇതിനെ വിമർശിക്കാതിരിക്കുക എന്നത് പണ്ഡിതോചിതം അല്ല എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. അതോടൊപ്പം റബീഉൽ അവ്വൽ 12 ചില കർമ്മങ്ങൾ അവർ പറയുന്നത് പോലെ തന്നെ ചെയ്യണം. ഉദാഹരണത്തിന് ഇന്നലെ ഒരു സുഹൃത്ത് എനിക്ക് ദീന് യഥാർത്ഥ രൂപത്തിൽ പഠിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരാളുടെ പ്രസംഗം അയച്ചു തന്നു. അദ്ദേഹം പറയുന്നത് റബീഉൽ അവ്വൽ 12 അരി വിതരണം ചെയ്താൽ ആ മഹത്വം ലഭിക്കില്ല, മറിച്ച് അന്ന് വേവിച്ച ഭക്ഷണം തന്നെ നൽകണം എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മത നിയമം, വേവിച്ച ഭക്ഷണം കൊടുക്കേണ്ട സന്ദർഭങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, വേവിക്കാതെ ഭക്ഷണം കൊടുക്കേണ്ട സന്ദർഭങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അവ രണ്ടിലും റബീഉൽ അവ്വൽ 12 ഇല്ല എന്നിരിക്കെ വേവിച്ച ഭക്ഷണം നൽകിയാൽ മാത്രമേ ഈ റബീഉൽ അവ്വൽ 12 പുണ്യം ലഭിക്കുകയുള്ളൂ എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പുതിയ പുതിയ ശരീഅത്തിന്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അംലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാലം യഅ്ദൻ ബിഹില്ല, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ദീനിന്റെ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ മറ്റു ശുറക്കായ് അള്ളാഹുവിന്റെ പങ്കുകാർ വേറെ അവർക്കുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിച്ചത് ഇത്തരം ആളുകളെ കുറിച്ചാണ് എന്നതും കൂടി പരലോകത്തെ കുറിച്ച് ബോധമുള്ള ആളുകൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതോടൊപ്പം ലോകത്താദ്യമായി ഒരു മൗലിദാഘോഷം മുളഫർ രാജാവ് സംഘടിപ്പിച്ചപ്പോൾ അന്ന് മൗലിദിന്റെ ഏടുണ്ടാക്കി കൊടുത്ത ഇബ്നു ദഹിയ എന്ന പണ്ഡിതനെ കുറിച്ച് ഇതേ ഇബ്നു കസീർ തന്നെ അവിടുത്തെ അൽബിദായത്ത് വന്നിഹായയിൽ വിവരിക്കുന്നത് മുതഅല്ലിമീങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. സമയ ദൈർഘ്യം ഭയന്ന് ഇപ്പോൾ അതിവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വേണമെങ്കിൽ പിന്നീട് വിവരിക്കാം. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അടിവരയിട്ട ഭാഗങ്ങൾ പ്രത്യേകം ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ ഹിജ്റ 849 ജനിച്ച ഇമാം സുയൂത്ത് റഹിമഹുല്ല ഇത്തരം വിഷയങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് സഹാബത്തുൽ കിറാമും താബിഈങ്ങളും ഒന്നും നടത്താത്ത ഒരു വിഷയം ചില ആളുകൾ നടത്തിയപ്പോൾ അതിനെ വലിയ പരിവേഷം നൽകുന്ന രൂപത്തിൽ അദ്ദേഹം അത്ര ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും പിന്നീട് വരുന്ന ആളുകൾക്ക് പുകമറയാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇത്തരം പദപ്രയോഗങ്ങൾ നടത്താനുള്ള കാരണം എന്താണ് എന്ന് അബൂ ശാമ റഹിമഹുല്ല അവിടുത്തെ അൽബായിസല ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ 11-ാമത്തെ പേജിൽ മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസർ വിവരിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനും റസൂലിനും വിശ്വാസമുള്ള പരലോകത്തെ കുറിച്ച് ബോധമുള്ള മുതഅല്ലിമീങ്ങളും പണ്ഡിതന്മാരും ആ ഭാഗം കൂടി ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അത് വിശദീകരിക്കുന്ന നമ്മുടെ പഴയ ക്ലാസിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്.